ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷാപ്പ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മൾ 3-4 ദിവസമായില്ലേ വീഡിയോ കേട്ടിട്ട്. അപ്പോൾ വീഡിയോ ഇടാത്തതിന് കാരണം വേറൊന്നുമല്ല, എൻ്റെ ട്രൈപ്പോയിഡിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നു. അത് ചെറിയൊരു ട്രൈപ്പോഡാണ്. അതെനിക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കണ്ടേ, പക്ഷേ അത് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പക്ഷേ എന്നാലും നമ്മളെ ചെടികളൊക്കെ നോക്കുന്നതിൽ ഞാൻ മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. നമ്മുടെ എല്ലാ ചെടികളെയും സംരക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ റോസ് പ്ലാന്റ്സിന് പറ്റിയ ഒരു നല്ല 2 വളങ്ങളെ പറ്റിയാണ്. ഇലകൾക്ക് അടിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ വേരുകൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാനും പറ്റിയ 2 വളങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എങ്ങനെ തന്നെ നോക്കിയാലും ഈ റോസ് പ്ലാന്റ്സിന് മാത്രം വരുന്ന ഒരു പ്രത്യേക അസുഖങ്ങളുണ്ട്. താഴെ നിൽക്കുന്ന നമ്മളെ വേറെ ഒരു പ്ലാന്റ്സിനും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ഈ കറിവേപ്പില പോലും ഞാൻ ഒടിച്ചു കളഞ്ഞപ്പോൾ ഇപ്പം കിളിർത്തൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഞാൻ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളമില്ലേ, നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കഴുകുന്നത്, അതൊക്കെയാണ് ഇതിൽ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നന്നായിട്ട് വളർന്ന് നിൽപ്പുണ്ട്. അതുപോലെ നമ്മുടെ മുല്ലയായാലും എല്ലാത്തിനും ചെറിയ മുട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റോസ് പ്ലാന്റ്സിന് എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള ഒരു സംഭവമാണ് ഞാനിതിൽ പറയുന്നത്. എൻ്റെ റോസ് പ്ലാന്റ്സിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പല രീതിയിലും അതിനെ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഈ വരുന്ന ഈ ഇലകളിലുണ്ടാകുന്ന കരിച്ചിൽ, അല്ലെങ്കിൽ നമ്മൾ മുട്ടൊക്കെ വളർന്നതിന് ശേഷം മുട്ട് വിരിയാറായിരുന്നാലും മുട്ട് വന്നതിന് ശേഷം അതിലൊരു കരിഞ്ഞൊരു ഫീലിങ്സാണ്, അല്ലെങ്കിൽ ഇലകളൊക്കെ കുരുടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾക്കൊക്കെ എങ്ങനെ നമുക്ക് പരിഹാരം കണ്ടെത്താമെന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു തൈരിൻ്റെ കേസ് അറിയുന്നത്. അപ്പോൾ ഈ തൈര് നല്ല പുളിച്ച തൈരാണ്. ഇപ്പോൾ ഈ 2 തൈരും എൻ്റെ അടുത്ത് ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരുന്നതാണ്. നല്ല എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പം ഈ തൈര് കളയുന്നതിന് പകരം ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കമ്പോസ്റ്റിൽ ഒഴിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്. ഈ കമ്പോസ്റ്റിലൊക്കെ ഈ തൈര് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും എന്ന് പറയുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറ്റി വെച്ച തൈരായിരുന്നു. അപ്പോൾ ഈ തൈര് ഞാൻ വേറൊരു രീതിയിൽ ചെയ്യാമെന്നത് കേട്ടത്, ഇതിനെ നന്നായിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ച് ചേർത്ത് നമുക്ക് ഈ റോസ് പ്ലാന്റ്സിൻ്റെയും, അല്ലെങ്കിൽ റോസ് പ്ലാന്റ്സ് മാത്രമല്ല, നമ്മളെ ഈ കറിവേപ്പില അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാ ചെടികൾക്കും ഈ പുളിച്ച തൈര് നേർപ്പിച്ച് ഒഴിക്കുന്നത് നല്ലതാണെന്ന് എനിക്കറിയാൻ പറ്റി. ശരിയാണ്, ഒരുപാട് പേര് അതിനെപ്പറ്റി ചെയ്തിട്ടുമുണ്ട്, ഒരുപാട് പേര് പറയുന്നുമുണ്ട്. ഈ പുളിച്ച കഞ്ഞിവെള്ളം, പുളിച്ച തൈര് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഡയറക്റ്റ് ഒഴിക്കാതെ ഇതൊക്കെ പുളിപ്പിച്ച് ഒഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ തൈര് എടുത്ത് വെള്ളത്തിൽ നേർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് റോസ് പ്ലാന്റ്സിൻ്റെ വേരുകൾക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് നമുക്ക് ഈ റോസ് പ്ലാന്റ്സിലെ ഇലകൾക്കുണ്ടാവുന്ന ഒരു കുരുടിപ്പുണ്ടല്ലോ, അതിനും പിന്നെ മൊട്ട് വരുമ്പോഴത്തേക്കും കരിഞ്ഞു പോവില്ലേ, അതിനും വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പം കോമൺ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാനാണെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ 1 സ്പൂൺ സോഡാപ്പൊടി, ഈ സോഡാപ്പൊടി 1 സ്പൂണാണ് എടുക്കേണ്ടത്. എൻ്റെ അടുത്ത് ചെറിയ സ്പൂണാണ്, 2 സ്പൂൺ, ചെറിയ 2 ഒരു സ്പൂൺ എടുത്ത് ഇടുകയാണ്. പിന്നെ ഉള്ളത് ആ ഒരു സോഡാപ്പൊടി 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നേർപ്പിച്ചെടുക്കുക. അതായത് 1 സ്പൂൺ സോഡാപ്പൊടി ഇടുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളം. അതേപോലെ തന്നെയാണ് നമ്മുടെ വേപ്പെണ്ണ മീൻസ് ബയോനിയം ഉണ്ടല്ലോ, അത് വന്നിട്ട് 5 ml അല്ലെങ്കിൽ 10 ml, ഇതിനപ്പുറം എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതും 1 ലിറ്റർ വെള്ളത്തിലാണ് ഈ 5 ml തൊട്ട് 10 ml വരെ ഒഴിക്കേണ്ടത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതും, പിന്നെ നമ്മൾ ഏതെങ്കിലും സോപ്പ് വെള്ളം, അതായത് എന്തെങ്കിലും സോപ്പ് ടൈപ്പിലുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡിനെ അതിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മിക്സിങ് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് എല്ലാ ലീഫിലും, റോസ് പ്ലാന്റ്സിൻ്റെ എല്ലാ ലീഫിലും അടിയിലും ഇതൊക്കെ, അത് ആ കരിഞ്ഞ മുട്ട് അതിലൊക്കെ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റോസ് പ്ലാന്റ്സിന് മാത്രമല്ല, എല്ലാ ചെടിയിലെ ഇലയിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതിന് വരുന്ന ചില രോഗങ്ങളിൽ നിന്നും അതിനെ സംരക്ഷിക്കും. മെയിനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് റോസിൻ്റെ ചെറിയൊരു വളർച്ച കുറവ് കണ്ടിട്ടാണ്. അപ്പോൾ 2ഉം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലീഫിനും വേരിനുമായിട്ട് നമുക്ക് എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോസ് പ്ലാന്റ്സിന് ഈ പുളിപ്പിച്ച ഈ തൈര് വെള്ളം നമുക്ക് അതിൻ്റെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ റോസ് പ്ലാന്റ്സിൽ വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ഞാൻ റിപ്പോർട്ട് ചെയ്ത്, അതായത് ഒരു ഫുൾ ചട്ടി മാറ്റി അതിന് നട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ട് ഈ കരിച്ചിൽ വരുന്നതാണ്. ഇപ്പോൾ ഈ കരിച്ചിൽ അവരും ഓൾറെഡി ഈ മണ്ണ് മാറ്റി നടുമ്പോഴത്തേക്കും അതിനുണ്ടാകുന്ന ഷോക്കിൽ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ശരിയാവും. അല്ലാതെ പ്രത്യേകിച്ച് അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൽ ഇപ്പം മൊട്ടൊന്നുമില്ല, പൂവൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം,
ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ച നാടൻ റോസിലൊക്കെ മൊട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും കരിഞ്ഞ മൊട്ടൊന്നുമല്ല, നല്ല മൊട്ടായിരുന്നു വന്നത്. പക്ഷേ ഇതൊക്കെ ചെറിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് ഇതിനെ നന്നായിട്ട് വളർത്തിയെടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ മൊട്ടിനെയൊന്നും ഇപ്പം വരാൻ അനുവദിക്കുന്നില്ല. ഇത് നല്ലൊരു ഹെൽത്തി പ്ലാന്റായിട്ട് വളർന്നതിന് ശേഷം മുട്ടൊക്കെ ഇടാൻ അനുവദിക്കാം. അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ നമ്മൾ പുളിച്ച തൈര് വെള്ളം എല്ലാത്തിലും ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് സ്പ്രേയിങ് ആണ്. അപ്പോൾ ഈ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇലകളുടെ അടിയിലും അതിൻ്റെ മീതെയായിട്ട് സ്പ്രേ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഈ അടിയിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാണികളും പുഴുക്കളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിയിലും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് എപ്പോൾ ചെയ്താലും, എന്ത് സ്പ്രേ ചെയ്താലും അടിയിലും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളിൽ എപ്പോഴും വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ റോസ് പ്ലാന്റ്. അപ്പോൾ നമ്മുടെ റോസ് പ്ലാന്റ്സിൻ്റെ സ്പ്രേയിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ 2 റോസ് പ്ലാന്റ് കരിഞ്ഞു പോയി, അത് ഫുൾ പോയി. ഇനി അവിടെ വേറെ റോസ് വാങ്ങിച്ച് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് കറിവേപ്പിലയിലും കൂടെ ഈ തൈരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മറ്റേ സ്പ്രേയിങ് ചെയ്യുന്നില്ല. കാരണം സ്പ്രേയിങ് നമ്മൾ ഈ കറിവേപ്പില കഴിക്കാൻ യൂസ് ചെയ്യണതല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നോക്കാം നമുക്ക്. ഞാൻ ഓൾറെഡി ഒടിച്ച് കളഞ്ഞതൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലൊഴിക്കുന്നത് ഈ പറഞ്ഞ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് വല്ലൊക്കെ രോഗം ഉണ്ടെങ്കിൽ മാറട്ടെ എന്ന് കരുതി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.